ഞങ്ങള് പലരും വിദ്യാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നവര്. ഞങ്ങളുടെ ഈ പെൻഷനും സ്കോളർഷിപ്പും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ആശ്രയം. അതൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് മാസം 2000 ആയിട്ട് കൂട്ടാം, 2500 ആയിട്ട് കൂട്ടാമെന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. 1000 രൂപ പോലും ഇപ്പൊ തികച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ഏഷ്യൻ ഗെയിംസില് വെങ്കല മെഡൽ നേടിയ ഒരു ചെസ് പ്ലെയർ, അദ്ദേഹത്തിന് ആ മെഡല് ലേലത്തിന് വെക്കണം എന്ന് പോലും ആലോചിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സർക്കാർ എത്തിച്ചിട്ടുണ്ട്. PSCയിൽ നിന്നുള്ള ഗ്രേസ് മാർക്ക് എടുത്തു മാറ്റി എങ്ങനെയാണ് സർ മറ്റുള്ളവരെ പോലെ നമുക്ക് മാർക്ക് നേടാൻ സാധിക്കുക? പഠിക്കാൻ സാധിക്കും, പക്ഷേ കാഴ്ച എന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയാണ് വിദ്യാഭ്യാസത്തില്. ഇത് വെറൊരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ടുപഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ രൂപം മാറും, ഈ സമരത്തിന്റെ കോലം മാറും എന്നുള്ളതാണ്. നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് വൈകല്യങ്ങൾ ബാധിച്ചവർ വരെ പെട്ടുപോയ സാഹചര്യമാണ് ഉള്ളത്. അന്ധരായവർ വരെ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. നിരവധി അന്ധരായ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന അന്ധരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് പടിക്കൽ എത്തിയിരിക്കുകയാണ്. അവരുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവർക്ക് അറിയാത്ത ഒരു സാഹചര്യം വരെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താനുള്ള കാരണം എന്താണ്? വേറൊന്നുമല്ല, മാസങ്ങളായിട്ടുള്ള പെൻഷൻ കുടിശ്ശിക മുടങ്ങിക്കിടക്കുകയാണ്. ഞങ്ങൾക്ക് മാസം 2000 ആയിട്ട് കൂട്ടാം, 2500 ആയിട്ട് കൂട്ടാമെന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. 1000 രൂപ പോലും ഇപ്പൊ തികച്ചു കിട്ടാത്ത അവസ്ഥയാണ്. വളരെ കുറച്ചാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങള് പലരും വിദ്യാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നവര്. ഞങ്ങളുടെ ഈ പെൻഷനും സ്കോളർഷിപ്പും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ആശ്രയം. അതൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളിൽ പലരും കായിക മേഖലയിൽ നിലകൊള്ളുന്നവരാണ്. ഞാൻ ചെസ്, അതേപോലെ പാരാഒളിമ്പിക്സ്, അതേപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ ഫീൽഡിലൊക്കെ നിൽക്കുന്നവരാണ്. കലാകാരന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. ഇവർക്കൊന്നും വേണ്ട അംഗീകാരം കൊടുക്കുന്നില്ല. നമ്മുടെ സ്പോർട്സിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകളിലും അതേലൊക്കെ സെൻട്രലിലും നമ്മുടെ സ്പോർട്സിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പാരാഒളിമ്പിക്സിന് നാഷണലിൽ പോകുന്ന അവിടുത്തെ സ്റ്റേറ്റ് പ്ലേയേഴ്സിന് 4 ലക്ഷം രൂപ അടുപ്പിച്ച് കൊടുക്കാറുണ്ട് മെഡൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഇവിടെ എത്ര ഗോൾഡ് വന്നിട്ടുണ്ടെങ്കിലും തിരിഞ്ഞു പോലും നോക്കാൻ ഇവിടുത്തെ സർക്കാർ അതിന് ഒരു കരുണ കാണിച്ചിട്ടില്ല. പാരാഒളിമ്പിക്സിൽ ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ ഒരു ചെസ് പ്ലെയർ, അദ്ദേഹത്തിന് ആ മെഡല് ലേലത്തിന് വെക്കണം എന്ന് പോലും ആലോചിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സർക്കാർ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് ജോലി എടുത്തു എത്രയോ നാളുകൾക്ക് ശേഷം, ഇതിനിടയ്ക്ക് ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷം. അതേപോലെ ഒരുപാട് പേര് ജോലി ഇല്ലാതെ അലയുന്നുണ്ട്. യോഗ്യതയുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, പിൻവാതിൽ നിയമനം കാരണം സർക്കാരിന് വേണ്ടപ്പെട്ടവരെ ഇടിച്ച് അവരുടെ ജോലികളിലേക്ക് കയറ്റിക്കൊണ്ട് അവകാശപ്പെട്ടവർക്ക് അത് നിഷേധിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. PSCയിൽ നിന്നുള്ള ഗ്രേസ് മാർക്ക് എടുത്തു മാറ്റി എങ്ങനെയാണ് സർ മറ്റുള്ളവരെ പോലെ നമുക്ക് മാർക്ക് നേടാൻ സാധിക്കുക? പഠിക്കാൻ സാധിക്കും, പക്ഷേ കാഴ്ച എന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയാണ് വിദ്യാഭ്യാസത്തിൽ. വരയ്ക്കുക, അതേപോലെ നമ്മൾ സ്ക്രൈബ് വെച്ചാണ് എക്സാം എഴുതുന്നത്. മറ്റുള്ളവരെ പോലുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ, ബുക്സ് ഒന്നും ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടുത്തെ സർക്കാർ നമുക്കുണ്ടാക്കി തന്നിട്ടില്ല സാർ. സ്വന്തമായിട്ടുള്ള കഴിവ് വെച്ചാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിലയിൽ സർക്കാരിന് ഭിന്നശേഷി പെൻഷൻ കൂട്ടിത്തരികയും അതുപോലുള്ള PSCയിലെ അപാകതകൾ, ഗ്രേസ് മാർക്ക് അതൊക്കെ പരിഹരിക്കുകയും നമ്മുടെ കായിക താരങ്ങൾക്ക് കൃത്യമായ പരിഗണന നൽകുകയും അതേപോലെ KSRTC പാസിലെ അപാകതകൾ പരിഹരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ സമരം ഇവിടെ അവസാനിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം കേരളമൊട്ടാകെ ആളിപ്പടർന്നുകൊണ്ട് സമരവിധി തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണുള്ളത്. ഞാൻ NFP കേരളയുടെ യൂത്ത് കോർഡിനേറ്ററാണ്. അതേപോലെ NFP കേരളയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് സിജോ. എന്താ ചെയ്യുന്നത്? ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BA തേർഡ് ഇയർ പഠിക്കുകയാണ്, BA ഹിസ്റ്ററി. എൻ്റെ സ്ഥലം കൊല്ലത്താണ്. ഞങ്ങളിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്, കരമന. എൻ്റെ പേര് അഭിരാം. നിങ്ങൾ എന്താ ആവശ്യം ഉന്നയിക്കുന്നത്? ഇപ്പൊ KSRTCയിൽ നിങ്ങൾക്ക്? അതെ, KSRTCയിൽ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ
ഓർഡിനറി പാസിൽ വരെ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് തൊട്ടുള്ള മുകളിലുള്ള സർവീസ് ഒന്നും അല്ല നമ്മൾ പൈസ അടച്ച് തന്നെ സർവീസ് ചെയ്യേണ്ടത്. അത് മിനിമം ഒരു സൂപ്പർ ഫാസ്റ്റിലെങ്കിലും ആക്കിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റും സ്വിഫ്റ്റും ഒക്കെയാണ് കൂടുതൽ. ഇപ്പോൾ KSRTC ഫാസ്റ്റൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾ ഫാസ്റ്റ് നോക്കി നിൽക്കണം ഞങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ. എപ്പോഴും സൂപ്പർ ഫാസ്റ്റ് ഒക്കെയാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അവകാശങ്ങൾ, കാഴ്ചയില്ലാത്തവരുടെ വിവിധ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. കാലങ്ങളായിട്ട് ഞങ്ങളുടെ പെൻഷന് ഈ സർക്കാർ വന്ന ഉടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം 2500 രൂപ പെൻഷനാക്കും. ഇതുവരെ അത് വർദ്ധിച്ചിട്ടുമില്ല. കുടിശ്ശിക എപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്രോൾ ഡീസൽ വില വർധനവ് 2 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടിശ്ശിക തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടാണ് അവർ ഡീസലും പെട്രോളും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ആശ്വാസകിരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നോക്കുന്നവർക്ക് ഞങ്ങൾ ആശ്രിതർക്ക് നോക്കുന്നവർക്ക് 600 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് കാലങ്ങളോളായി 6 വർഷത്തോളമായി അതിന്ന് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്. പെൻഡിങ്ങില്ല, ആർക്കും ഒന്നും കിട്ടുന്നില്ല, 1 രൂപ പോലും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ലോട്ടറി തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ PSC ഗ്രേസ് മാർക്ക് എടുത്തു കളഞ്ഞതുമായിട്ടുണ്ട്, അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള വിവിധ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇന്ന് നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഘടന ഇന്നിവിടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. ഇത് വെറും ഒരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ടുപഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ രൂപം മാറും, ഈ സമരത്തിന്റെ കോലം മാറും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ ഒരു കൊടിയുടെയും കീഴിലല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലല്ല, ഞങ്ങളൊരു ജാതിമത ഭേദമന്യേ ഒരുപാട് ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്ന് കാലാകാലം അത് കൂട്ടുന്നത് വരെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. കാലാകാലം ഇതൊരു സൂചന സമരം മാത്രമാണെന്ന്. ഫാസ്റ്റ് പാസഞ്ചറിൽ മാത്രമേ സർക്കാർ ബസ്സിൽ ഞങ്ങൾ സൗജന്യം അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബസ്സിന്റെ സർക്കാരിന്റെ എല്ലാ ബസ്സുകളിലും ഞങ്ങൾ കാഴ്ചയില്ലാത്തവർക്ക് പാസ് അനുവദിക്കണം, അതായത് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ TT ഫാസ്റ്റ് പാസഞ്ചറൊക്കെ വളരെ കുറഞ്ഞേ ഓടുന്നുള്ളൂ. ഞങ്ങൾ KSRTC ആണെന്ന് കരുതി ഞങ്ങൾ കയറുമ്പോൾ അത് സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നും ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ NMP ഒറ്റക്കെട്ടായിട്ട് ഒരുപാട് ഞങ്ങളുടെ പ്രയാസങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സൂര്യനൊക്കെ അതിജീവിച്ച് കേരളത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും, കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആളുകളും, അതിനു പുറമെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന ഒരു സംഘടനയുടെ കീഴിൽ സ്റ്റേറ്റിൻ്റെ പുറത്ത് നിന്നുള്ള ആളുകളും ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ ഒരു സമരം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് തെന്നല. അപ്പോൾ ഇതുപോലെ എൻ്റെ പേര് റഫീഖ് എന്നാണ് പേര്. ഞാൻ ഇടക്കാലത്ത് കാഴ്ച നഷ്ടപ്പെട്ടതാണ്. 23 വർഷമായിട്ട് 2 കണ്ണിനും കാഴ്ചയില്ല. ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇതുവരെ ഞങ്ങൾ സർക്കാരിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഇനിയെങ്കിലും സർക്കാർ കണ്ണ് തുറക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മളെ നേതാക്കന്മാരൊക്കെ വോട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളുടെ പെൻഷൻ അനുവദിക്കും, വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഈ സർക്കാർ ഭരണം കയറിയത് മുതൽ നിങ്ങൾക്ക് ഓരോ വർഷവും നിങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിക്കും, സർക്കാരിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും 2500 എത്തിക്കുമെന്ന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടാണ് ഞങ്ങളുടെ വോട്ട് ചോദിച്ച് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പെടുത്ത് അവിടെ ഞങ്ങൾ വോട്ട് ബാങ്കായി കണക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അവഗണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു തിരിച്ചറിവ് സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് സ്റ്റുഡൻസ്, നമ്മളെല്ലാം സ്റ്റുഡൻസ് ആണ്. അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ബ്ലൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് PSC എക്സാമിന് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. ഗ്രേസ് മാർക്ക് പിൻവലിച്ചു എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമുക്ക് വെട്ടി കുറച്ചിട്ടുണ്ട്, അത് നമുക്ക് തിരികെ വേണം. അപ്പോൾ നമ്മളെല്ലാവരും PSC പല തവണ എഴുതി ഗ്രേസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിലുള്ള പിള്ളേർക്ക് പോലും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. റാങ്ക് ലിസ്റ്റിലുള്ള പിള്ളേർക്ക് പോലും ഇതുവരെ PSC ജോലി കിട്ടിയിട്ടില്ല. അതിന് പകരം പിന്നെ നമ്മൾ കൊല്ലത്തുനിന്നാണ് വരുന്നത്. നമുക്ക് ബസ്സുണ്ട്, അവിടെ 100 KSRTC ബസ് വന്നാൽ അതിൽ വെറും 10 മാത്രമേ ഫാസ്റ്റ് പാസഞ്ചറായിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള സൂപ്പർ ഫാസ്റ്റ് അങ്ങനത്തെ ബസ്സുകളാണ്. അതിന് പാസ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം നമുക്ക് PSC മാർക്ക് തിരിച്ചു തരിക, അത് മാത്രമാണ്. എന്തായാലും അവർ പറഞ്ഞത് പ്രകാരം 3 മാസത്തോളമായി അവർക്ക് കൃത്യമായി പെൻഷൻ ലഭിച്ചിട്ട്, അതുകൂടാതെ ഇവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അന്ധരായവരെ പോലും പറ്റിക്കുന്ന ഒരു ഭരണകൂടമായി നമ്മുടെ സംസ്ഥാനത്തെ അധികാര കേന്ദ്രങ്ങൾ മാറിയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇത്തരത്തിലുള്ള സമരമുറകൾ. ക്യാമറമാൻ അഖിലിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.